ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള 10 വണ്ടികളെ പറ്റിയാണ്. പക്ഷേ ഇവിടെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും ഇവിടെ ഇപ്പം നമ്പർ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇക്കോ ആണ്. ഇക്കോയ്ക്ക് കഴിഞ്ഞ മാസം 10,034 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. നമ്മളിവിടെ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 2022 ഈ വാഹനത്തിന് 10,581 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ 547 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 5.17% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ഡീഗ്രോത്ത് റേറ്റ്. അതങ്ങനെ വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ആവറേജ് ഡീഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യാനുള്ള കാരണം നോർമലി മിക്ക കമ്പനികളും ഡിസംബർ മാസം ആകുമ്പോഴേക്കും അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാറുണ്ട്. പക്ഷേ ഈ മാസം നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ കുറച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ അത് കിട്ടില്ല, കാരണം എല്ലാ വണ്ടികളും മിക്കവാറും ഒക്കെ ഡീഗ്രോത്തിൽ തന്നെ ആയിരിക്കും. എന്തായാലും അതാണ് സംഭവം. പിന്നെ ഇക്കോയ്ക്ക് നിങ്ങൾക്കറിയാം ഇത്രയും സെയിൽസ് എങ്ങനെയായാലും കിട്ടാറുണ്ട്, കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം 10,383 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ 2022 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 8,285 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇതിനപ്പം കിട്ടിയത്. അതായത് 2,098 വാഹനങ്ങളുടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 25.32% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഗ്രോത്ത് പെർസെൻറ്റേജ്. അത് ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് ആണെന്ന് പറയും. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും അല്ല, എന്നാൽ പോലും കുഴപ്പമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സെയിൽസ് കൂടിയിട്ടേ ഉള്ളൂ, അല്ലാണ്ട് കുറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും പിന്നെ ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ സെയിൽസ് കമ്പാരിറ്റീവ്ലി മിക്കവാറും ഒക്കെ 10 മുകളിൽ തന്നെയായിരുന്നു ഉണ്ടാവാറുള്ളത്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 10,669 വണ്ടികളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഡിസംബർ 2022 കണക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് 16,932 വണ്ടികളുടെ സെയിൽസ് ആ സമയത്ത് കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ 6,263 വണ്ടികളുടെ വ്യത്യാസമാണ് ഇതിന് വന്നിരിക്കുന്നത്. 36.99% ഡീഗ്രോത്ത് റേറ്റും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. അതൊരു വലിയ ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ്. ഇയർ ഓൺ ഇയറിൽ പ്രൊഡക്ഷൻ കുറച്ചെന്ന് പറഞ്ഞാലും ബലേനോയുടെ പ്രൊഡക്ഷൻ മാരുതി ഈ വർഷം കുറച്ചധികം കുറച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. അതിപ്പം നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ ഈ പ്രൊഡക്ഷൻ കുറച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ആയിട്ട് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. എനിവേ സംശയമൊന്നും വേണ്ട, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിന് തന്നെയാണ്. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ അതുപോലെ ക്ലാസിക്. ഇതിൻ്റെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻഡിവിജ്വൽ സെയിൽസ് മഹീന്ദ്ര അങ്ങനെ പുറത്തു വിടാറില്ല. ഈ രണ്ട് വണ്ടികൾക്കും കൂടി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പടക്കം പൊട്ടുന്ന പോലെയാണ് സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മിക്കവാറും ഒക്കെ 10,000-ന് മുകളിലാണ്. അതും ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ ഓൺ റോഡ് പ്രൈസ് പോകുന്ന വാഹനം കൂടിയാണ് ടോപ്പ് എൻഡിൻ്റെ നമ്മുടെ Z8L ലക്ഷറി 4x4 വേരിയൻസ് ഒക്കെ. എന്നിട്ടും ഈ രണ്ട് വണ്ടികൾക്കും കൂടി ചേർത്ത് ക്ലാസിക്കിൻ്റെ സെയിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, തന്നെയായിരിക്കും കൂടുതൽ. എന്നാലും ഇത്രയും സെയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതിലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 11,355 വണ്ടികളുടെ സെയിൽസാണ് കിട്ടിയത്. ഡിസംബറിൽ 7,003 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഈ വണ്ടിയുടെ സെയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരുന്നു, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവായിട്ടായിരിക്കും. വ്യത്യാസം 4,352 വണ്ടികളുടെയും 62.14% ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കഴിഞ്ഞ മാസം ഇയർ ഓൺ ഇയർ ബേസിസിൽ സ്കോർപിയോ സീരീസിന് തന്നെയാണ്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൻ്റെ ഒരു ജനറേഷനൊക്കെ എപ്പോഴും പെൻഡിങ് ആയി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ടും കഴിഞ്ഞ മാസം 11,843 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഡിസംബറിൽ 12,061 വണ്ടികളുടെ സെയിൽസാണ് ഈ വാഹനത്തിന് കിട്ടിയത്. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 2022 എന്ന് വെച്ചാൽ 218 വണ്ടികളുടെ വ്യത്യാസവും 1.81% ഒരു ചെറിയ ഡീഗ്രോത്ത് പെർസെൻറ്റേജും ഈ വാഹനത്തിന് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3 വണ്ടികൾക്കാണ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ 2 വണ്ടികൾ മാരുതിയുടെയാണ്, 1 വണ്ടി അല്ല, ആക്ച്വലി 3 വണ്ടികൾ മാരുതിയുടെയാണ്. സോ അവർ പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ഡിസംബർ 2022 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പുതിയ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 12,844 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. പക്ഷേ ഡിസംബർ 2022 ഈ വാഹനത്തിന് ജസ്റ്റ് 11,200 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇവിടെ ഗ്രോത്ത് ഉണ്ട്. 1,644 വണ്ടികളുടെ വ്യത്യാസവും 14.68% ഗ്രോത്ത് റേറ്റുമാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ബ്രസയ്ക്ക് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ അബോവ് 4 മീറ്റർ കാറ്റഗറി അല്ലാതെ സബ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിൻ്റെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് സെല്ലിംഗ് വാഹനവും കഴിഞ്ഞ മാസം ബ്രസ തന്നെയായിരുന്നു. ഇവിടെ ഈ ലിസ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇനി വരാൻ കിടക്കുന്നുള്ളൂ. അത് ഈ സബ് 4 മീറ്റർ വണ്ടികളുടെ കാര്യത്തിലാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് കാലം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ എർട്ടിഗയാണ്. എർട്ടിഗ കുറേ കാലമായിട്ട് നല്ല സെയിൽ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയും സെയിൽ കിട്ടാറില്ലായിരുന്നു ഇതിന്. പക്ഷെ എന്നാലും കഴിഞ്ഞ മാസം ഡിസംബറിൽ ഒരു പ്രൊഡക്ഷൻ കുറച്ചിട്ട് പോലും 12,975 വണ്ടികളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡിസംബർ 2022 12,273 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കിട്ടിയിരുന്നത്.
702 വണ്ടികളുടെ വ്യത്യാസവും 5.72% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം വലിയ ഗ്രോത്ത് ഒന്നുമില്ല, എന്നാൽ പോലും ഈ വണ്ടിക്ക് നമ്മൾ ഡിസംബറിന് മുമ്പത്തെ മാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 13,000 14,000 ആ റേഞ്ചിലൊക്കെ വെച്ച് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് അവർ കുറച്ചിട്ടുള്ളൂ പ്രൊഡക്ഷൻ. അതായത് ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ CNG VXI വേരിയൻസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അത് കേരളത്തിലല്ല, നോർത്ത് സൈഡിലൊക്കെ ഈ വണ്ടിയുടെ CNG ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങി ടാക്സി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായിരിക്കും. ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചാണ്. ഇനി അടുത്ത ടോപ്പ് 3 പൊസിഷൻസ് നിങ്ങൾ നോക്കിക്കോട്ടെ. സാധാരണ അതിലൂടെ മിക്കവാറൊക്കെ 3 മാരുതി വണ്ടികളാണ് ഉണ്ടാവാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ തേർഡ് പൊസിഷനിൽ പഞ്ച് ആൻഡ് കഴിഞ്ഞ മാസം 13,787 വണ്ടികളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയത്. ഡിസംബർ 2022 10,586 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. 3,201 വണ്ടികളുടെ വ്യത്യാസവും 30.24% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കഴിഞ്ഞ മാസം പഞ്ചാണ്. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ പഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഡിസംബറിൽ നോർമലി പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അവർ കുറച്ചിട്ടില്ല. നോർമലി 14,000-നടുത്തൊക്കെയാണ് ഇതവർ വിൽക്കാറ്. കഴിഞ്ഞ മാസം 13,700-നടുത്തായി പോയി എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായി സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ മാരുതിയുടെ വണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിസയർ ആണ് ഇവിടെ നിൽക്കുന്നത്. 14,012 വണ്ടികളുടെ സെയിൽസ് ആണ് ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. ഡിസംബർ 2022 11,997 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് 2015 വണ്ടികളുടെ വ്യത്യാസം 16.8% ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു പുതിയ ജനറേഷൻ പെൻഡിങ് ആണ്, പക്ഷേ എന്താണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽസ് ഡിസയറിന് കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവർ പ്രൊഡക്ഷൻ എന്തോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്ന്. ഈ ഡിമാൻഡ് ഉണ്ടാവും, ഡിമാൻഡ് ഇല്ലാണ്ട് എന്തായാലും അവർക്ക് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പോലും ഈ വണ്ടി, അതായത് സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻസിൻ്റെ കേസിൽ ഇപ്പോഴും ഇത്രയും സെയിൽസ് കിട്ടുന്ന വേറെ ഒരു വണ്ടി പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മിക്ക വണ്ടികൾക്കും 5,000-ന് താഴെയൊക്കെ സെയിൽ കിട്ടാറുള്ളൂ. അവിടെയാണ് ഈ വണ്ടി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്, ഇത്രയും നല്ല സെയിൽസും വാങ്ങിക്കൊണ്ട്. ഇനി ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആണ്. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇതിൽ ടോപ്പ് 10 വണ്ടികളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ നമ്പർ 1 പൊസിഷനിൽ എന്ത് കളി കളിച്ചാലും മാരുതി അല്ലാണ്ട് വേറൊരു വണ്ടി അവരുടെ അല്ലാണ്ട് വരാറേ ഇല്ല. പക്ഷേ കഴിഞ്ഞ മാസം ഡിസംബറിൽ ടാറ്റ നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ വലിയ രീതിയിൽ കുറയ്ക്കാത്തതുകൊണ്ട് ഈ വണ്ടി നമ്പർ 1 പൊസിഷനിൽ വന്നിരിക്കുകയാണ്. 15,284 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. പക്ഷേ ഡിസംബർ 2022 ടാറ്റ പ്രൊഡക്ഷൻ കുറച്ചായിരുന്നു. 12,053 വണ്ടികളുടെ സെയിൽസ് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3,231 വണ്ടികളുടെ വ്യത്യാസവും 26.81% ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിന് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന വാഹനം കൂടിയാണ് ഇയർ ഓൺ ഇയറിൽ നമ്മുടെ നെക്സോൺ. എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, ടാറ്റ അങ്ങനെ ആദ്യമായിട്ട് ടോപ്പ് 10 വണ്ടികളുടെ ലിസ്റ്റിൽ നമ്പർ 1 പൊസിഷൻ കൈയടക്കിയിരിക്കുന്നു. ഫ്യൂച്ചറിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതാണ് ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.